എന്താണ് ഭക്ഷ്യവിള, എന്താണ് നാണ്യവിള, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ ഭക്ഷ്യവിള എന്നും നാണ്യവിളകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാനായി സാധിക്കും. ഭക്ഷ്യവിളകളെന്ന് പറഞ്ഞാൽ നേരിട്ട് ഭക്ഷണമാക്കി മാറ്റാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഭക്ഷ്യവിളകളെന്ന് പറയുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം, രാഗി ഇതെല്ലാം നമുക്ക് നേരിട്ട് ഭക്ഷണമാക്കി മാറ്റാനായി സാധിക്കും. ഇത്തരം വിളകളെ ഭക്ഷ്യവിള എന്ന് പറയും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് നെല്ല്, മറ്റൊന്നാണ് ഗോതമ്പ്. നെൽകൃഷിയെപ്പറ്റിയും ഗോതമ്പ് കൃഷിയെപ്പറ്റിയും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ വിഭാഗമാണ് നാണ്യവിളകൾ. നേരിട്ട് ഭക്ഷണമാക്കി മാറ്റാൻ കഴിയാത്തതും മാർക്കറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള വിളകളെയാണ് നാണ്യവിളകളെന്ന് പറയപ്പെടുന്നത്. ഈ നാണ്യവിളകൾ നമുക്ക് നേരിട്ട് ഭക്ഷണമാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ വില കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കൃഷികൾ കൂടുതലായിട്ടും ചെയ്യപ്പെടുന്നത്. കമ്പോളം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിലുള്ള വിളകൾ കൃഷി ഇറക്കുന്നത്. അതിനുദാഹരണമാണ് പരുത്തി, ചണം, തേയില, കാപ്പി, ഏലം, കുരുമുളക് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയൊന്നും നമുക്ക് നേരിട്ട് ഭക്ഷണമാക്കി ഉപയോഗിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല. നാണ്യവിളകളെ പ്രധാനമായും 4 വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് നാരുവിളകൾ. നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാരുവിളകളെന്ന് പറയപ്പെടുന്നത്. പരുത്തി, ചണം എന്നിവ നാരുവിളകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തേതാണ് പാനീയ വിളകൾ. പാനീയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളെയാണ് പാനീയ വിളകളെന്ന് പറയപ്പെടുന്നത്. തേയിലയും കാപ്പിയും പാനീയ വിളകൾക്ക് ഉദാഹരണമാണ്. മൂന്നാമത്തേതാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യം സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ടതാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു തുടങ്ങിയവയെല്ലാം സുഗന്ധവിളകൾക്ക് ഉദാഹരണമാണ്. നാലാമത്തെ വിഭാഗമാണ് മറ്റു വിളകൾ. മറ്റു വിളകളിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും കരിമ്പ്, റബ്ബർ തുടങ്ങിയ വസ്തുക്കളാണ്. പ്രധാനപ്പെട്ട നാണ്യവിളകളുടെ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞു. ഇത്തരം നാണ്യവിളകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവയെല്ലാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവ നമുക്ക് കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. റബ്ബർ നമുക്ക് നേരിട്ട് ഭക്ഷണമാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിൽ വില കിട്ടുന്നത് കൊണ്ട് നമ്മളത് കൃഷി ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റബ്ബർ നമുക്ക് വിൽപ്പന നടത്തി അതിലൂടെ പണം സമ്പാദിക്കാം. അതുപയോഗിച്ച് നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ നേടിയെടുക്കാം. ഏലമാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇതെല്ലാം നമ്മൾ മാർക്കറ്റിൽ വില കിട്ടുന്നത് കൊണ്ടാണ് ഇവ കൃഷി ഇറക്കുന്നത്. അപ്പോൾ ഇവയെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളും ധാന്യവിളകളും.